ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് ഭരണി നാളുകാരെ കുറിച്ചാണ്. ഭരണി നാളുകാരുടെ സുവർണ കാലത്തെക്കുറിച്ചും അവരുടെ പ്രധാനമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ചുള്ള അവരുടെ ജീവിത പുരോഗതിയെക്കുറിച്ചും അവരുടെ മറ്റുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ഭരണി നാളുകാരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കർക്കിടകം 1.25 നാഴിക ചെന്നു കഴിയുമ്പോൾ ഭരണി നക്ഷത്രം ഉച്ചാവസ്ഥയിലേക്ക് മാറുന്നു. എന്നാൽ ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം ശുദ്ധന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരോട് സ്നേഹവും ആദരവും ബഹുമാനവുമൊക്കെ ഉള്ളവരാണ്. ഇവർക്ക് പുത്രസന്താനങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഇവർക്ക് സ്ത്രീകളോട് വളരെയധികം മമതയുള്ളവരായിരിക്കും. മാത്രമല്ല ഇവർക്ക് വളരെയധികം സംസാരിക്കുന്നവരായിരിക്കുകയില്ല, അഥവാ സംസാരം കുറച്ച് മാത്രം കൊണ്ട് പോകുന്നവരാണ്. ഇവർ പ്രവർത്തികളിലൂടെയാണ് കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവരുടെ ഓരോ ജീവിത രീതികളും വെച്ച് നോക്കുമ്പോൾ ഇവർ വ്യത്യസ്തമായിട്ടുള്ള ഓരോ മാന്യതയും ധൈര്യവും എല്ലാം തന്നെ ഉള്ളവരാണ് എന്ന് പറയാം. ഇവർ സൽസ്വഭാവികളും മിതഭാഷികളുമാണ്. അവർക്ക് വളരെയധികം സത്യസന്ധതയുള്ളവരാണ്. അവർക്ക് ദീർഘായുസ്സുമുണ്ട്. ധനം, ധാന്യം, സമ്പത്ത് ഇവ കൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് വിദ്യ, ബുദ്ധി, ശക്തി, കീർത്തി എന്നിവയെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്ന ആൾക്കാരാണ്. എന്നാൽ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളായിരിക്കും ഇവർ കൂടുതൽ ഭരണനാളുകാരും ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ ഭാര്യയും മക്കളും എന്ന് പറയുന്നത് വളരെയധികം സൽസ്വഭാവികളും വളരെയധികം ലാളിത്യം ഉള്ളവരുമായിരിക്കും. ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശ 20 വർഷമാണ്. എന്നാൽ 10 വർഷമായിരിക്കും ഇവർക്ക് എടുക്കുന്നത്, ഇവർ ബാല്യമായതുകൊണ്ട്. ആ കാലഘട്ടത്തിൽ ഇവരുടെ അച്ഛനമ്മ എന്നിവർക്കായിരിക്കും ഇതുകൊണ്ട് ഇവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നത്. പുതിയ വീട് വെക്കുക, സ്ഥലം വാങ്ങിക്കുക, ഉദ്യോഗ കയറ്റം കിട്ടുക, വളരെയധികം സമ്പത്തുക്കളെല്ലാം തന്നെ ഇവർക്ക് ലഭിക്കുക, ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിൽ നടന്നു കിട്ടുക, ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും അതുപോലെ തന്നെ വളരെയധികം കഴിവുകളും എല്ലാം തന്നെ ഇവർക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ചന്ദ്രദശയിലും രാഹുർ ദശയിലും ശനിദശയിലും ഇവർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. ചന്ദ്രദശയിലെ ഇവർ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി എന്നീ ദേവിമാർക്ക് പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതാണ്. മാത്രമല്ല നാളുകാർ ഭരണിപൂരം, പൂരാടം എന്നീ നാളുകളിൽ ഇവർ മഹാലക്ഷ്മി പൂജ ചെയ്യുകയും മഹാലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലുകയും മഹാലക്ഷ്മിക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള വ്രതങ്ങൾ ഇവർ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. പക്കപ്പിറന്നാൾ തോറും ഇവർ മഹാലക്ഷ്മി പൂജ നടത്തേണ്ടതാണ്. കൂടാതെ യക്ഷിക്കും ഒരു പൂജ നടത്തേണ്ടതാണ് പക്കപ്പിറന്നാൾ തോറും. ഇവരുടെ ഓരോ രാശികളിലും വെച്ച് നോക്കുമ്പോൾ ഇവർ ഭാഗ്യവാന്മാരും അസാധ്യമായിട്ടുള്ള കഴിവുകളും സമ്പത്തും വന്നു ചേരുന്നവരാണ്. എന്നാൽ രോഹിണി, തിരുവാതിര, അതുപോലെ തന്നെ പൂയം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ ഇവർക്ക് വിപരീത നാളുകളാണ്. ഈ നാളുകളിൽ ഇവർ ശുഭകർമ്മങ്ങളും ശുഭപ്രവർത്തികളും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങേണ്ടി വരുമ്പോൾ ഇവർ അവയിൽ നിന്നെല്ലാം ആ നാളിൽ അഥവാ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ നാളിലെ ദേവന്മാരെ
ഭജിച്ചതിന് ശേഷം മാത്രമേ അവർ ആ സംരംഭങ്ങളിൽ ഏർപ്പെടാവൂ. ഇവരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അതുപോലെ ഭോജരാശിയിലാണെങ്കിൽ അത് സുബ്രഹ്മണ്യനും, യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയുമാണ്. മേടം രാശി എന്ന് പറയുന്നത് ഓജരാശിയാണ്. അതിൽ വരുന്ന കുജൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അതുപോലെ തന്നെ ഇടവം രാശി എന്ന് പറയുന്നത് യുഗ്മരാശിയിലാണ്. അതിൽ വരുന്ന കുജൻ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് സർവേശ്വരനായിട്ടുള്ള വ്യാഴമാണ്, അഥവാ മഹാവിഷ്ണുവാണ്. എന്നാൽ ഇവരുടെ ഭാഗ്യാധിപൻ കൂടാതെ ഇവരുടെ കർമാധിപൻ എന്ന് പറയുന്നത് ശനീശ്വരനാണ്. ഈ ശനീശ്വരനും അതുപോലെ തന്നെ ഭാഗ്യാധിപനും ഇവർ വഴിപാടുകൾ നടത്തേണ്ടതാണ്. ഇനി ശനി ദിശയിലും അതുപോലെ തന്നെ രാഹു ദിശയിലും, രാഹു ദശ കാലഘട്ടത്തിൽ ഇവർ ചെയ്യേണ്ടത് 1 ഗ്രാമിൻ്റെ ഗോമേതകം വാങ്ങി 1 ഗ്രാമിൻ്റെ മോതിരത്തിൽ ആക്കി പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്ത് അത് വലത് കൈയുടെ നടുവിരലിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദോഷങ്ങൾ, രാഹു ദിശയിലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പക്കപ്പിറന്നാൾ തോറും രാഹു പൂജ നടത്തുന്നതും ശ്രേഷ്ഠമായിരിക്കും. ഇനി ശനിദിശ കാലഘട്ടമാകുമ്പോൾ ഇവർ ചെയ്യേണ്ടത് ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും 1 ഗ്രാം ഇന്ദ്രനീലക്കല്ല് വാങ്ങി 1 ഗ്രാമിൻ്റെ മോതിരത്തിലാക്കി, സ്വർണ്ണ മോതിരത്തിലാക്കി അത് ശനി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വലത് കൈയുടെ നടുവിരലിൽ അണിയേണ്ടതാണ്. ഹനുമാൻ സ്വാമിക്ക് ഹനുമൽ സ്വത്ത് പുഷ്പാഞ്ജലിയും വടമാല, വെറ്റിലമാല എന്നിവയെല്ലാം തന്നെ കൊണ്ട് പൂജകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. മാത്രമല്ല രാമായണത്തിലെ സുന്ദരകാന്ഡം ഒരു സ്റ്റാൻസ അഥവാ ഒരു പാരഗ്രാഫ് ഒരു ദിവസം ഈ ശനിദിശ കാലഘട്ടത്തിൽ വായിക്കുകയാണെങ്കിൽ ശനിദിശയുടെ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നതായിരിക്കും. ഇവരുടെ ഭാഗ്യാധിപൻ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണ്. ഭാഗ്യാധിപനെ പൂജിച്ചിട്ട് വേണം ഇവർ മറ്റുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ഏർപ്പെടേണ്ടത്. ഇവർ യമധർമ്മനാണ് ഇവരുടെ ദേവത. പക്ഷി പുള്ളും അതുപോലെ തന്നെ മൃഗം ആനയും വൃക്ഷം നെല്ലിയും കൂടാതെ ഇവരുടെ ഭാഗ്യസംഖ്യ 9, ഭാഗ്യനിറം ചുവപ്പും ഭാഗ്യരത്നം വജ്രവുമാണ്. ഇവർ മനുഷ്യഗണത്തിൽപ്പെടുന്നവരും പുരുഷ യോനിയിൽപ്പെടുന്നവരുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഭൂതമെന്ന് പറയുന്നത് ഭൂമിയാണ്. ഇവരുടെ ഭാഗ്യസംഖ്യ 9. ഇനി ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ട് ഇവർ അഭിമാനികളാണ്. കണ്ണിന് വളരെയധികം നിറമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇവർ അനീതിക്ക് എതിരായിട്ട്, അന്യായത്തിന് എതിരായി എപ്പോഴും നിലനിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഇവർ വെറുക്കുകയും അവരുമായിട്ട് വൈര്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ഇവർക്ക് ഉള്ളതാണ്. എന്നാൽ അതിനോട് എല്ലാവരും സഹകരിക്കും എന്ന് തോന്നുന്നില്ല ഇവരുടെ അങ്ങനെയുള്ള സ്വഭാവത്തിനെ. എന്നാൽ ഇവർക്ക് നല്ല ഭാര്യയും പുത്ര സന്താനങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഭാഗ്യാധിപനെ ഇവർ പൂജിക്കണമെന്ന് പറഞ്ഞു. ഭാഗ്യാധിപന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ വഴിപാടുകളും ഇവരുടെ പക്കപ്പിറന്നാൾ തോറും നടത്തുന്നതും ഇവർക്ക് നല്ലതാണ്. എന്നാൽ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇവർ മറ്റുള്ളവരെ ധാരാളമായിട്ട് സഹായിക്കുവാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള മനസ്സുള്ളവരാണ് ഈ ഭരണി നാടുകാർ. അവർ സഹായിക്കുമെങ്കിൽ പോലും ആ സഹായങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചേച്ചും ഇവരോട് വളരെയധികം വിപരീതമായിട്ടുള്ള ഒരു ഫലമായിരിക്കും വരുന്നത്. ഇവർ വളരെയധികം ലാളിത്യമുള്ളവരും കരുണയുള്ളവരുമാണ്. എന്നാൽ
ഇവർക്ക് സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം തന്നെ ഇവർക്ക് പൊതുജനങ്ങളിൽ നിന്നെല്ലാം തന്നെ ലഭിക്കുന്നവരാണ്. ഇവർക്ക് ഉന്നതമായിട്ടുള്ള ബഹുമാന സ്ഥാനങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നവരായിരിക്കും. ഇവർ സഞ്ചാരപ്രിയരാണ്. അതുപോലെ തന്നെ ഇവർ മെലിഞ്ഞ ശരീര പ്രകൃതിക്കാരാണ്. കണ്ണുകൾക്ക് നിറഭേദം ഉള്ളവരാണ്. ഇങ്ങനെയുള്ള ഭരണി നാടുകാർ വളരെയധികം ബുദ്ധിശാലികളാണ്. അവർക്ക് വിദ്യാഭ്യാസം ധാരാളം കിട്ടുന്നവരായിരിക്കും. ഭൂരിഭാഗം ഭരണി നാടുകാർക്കും വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിലും അവർക്ക് ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യാനുള്ള ഒരവസരം അവർക്ക് വന്നു ചേരുന്നതാണ്. ഇതുകൂടാതെ ഇവരുടെ മുഖ്യമായിട്ടുള്ള ഒരു സവിശേഷത നമ്മൾക്ക് അവരുടെ ഗ്രഹനില വെച്ച് നോക്കാവുന്നതാണ്. അവരുടെ ഇന്നത്തെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ അവർക്ക് മേടം രാശിയിലാണ് ചന്ദ്രനും കുജനും നിൽക്കുന്നത്. ഇടവം രാശിയിൽ ആദിത്യൻ നിൽക്കുന്നു. മിഥുനം രാശിയിൽ ബുധൻ നിൽക്കുന്നു. അതുപോലെ തന്നെ കർക്കിടകം രാശിയിൽ വ്യാഴവും അതുകൂടാതെ തന്നെ ശുക്രനും നിൽക്കുന്നു. അവിടെ ഗുളികൻ നിൽക്കുന്നു. ചിങ്ങം രാശിയിൽ കേതു നിൽക്കുന്നു. മറ്റുള്ള കന്നി, തുല, വൃശ്ചികം, ധനു, മകരം എന്നീ രാശികളിൽ മറ്റുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. കുംഭൻ രാശിയിൽ രാഹു നിൽക്കുന്നു. മീനം രാശിയിൽ ശനി നിൽക്കുന്നു. ഇങ്ങനെയാണ് ഈ ഗ്രഹനിലയുള്ളത്. അപ്പോൾ ഇവരുടെ ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ ചന്ദ്രനും കുജനും കൂടി ഇവരുടെ സ്വക്ഷേത്രത്തിൽ തന്നെ നിൽക്കുകയാണ്, അഥവാ ഇവരുടെ രാശിയിൽ നിൽക്കുകയാണ്. ഇവർക്ക് മാനസികപരമായിട്ടുള്ള നല്ല ഉന്മേഷവും മാനസികപരമായിട്ടുള്ള കഴിവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള വരുമാനങ്ങൾ ധാരാളം ഉണ്ടാകും. എന്നാൽ അത് അസ്ഥിരമായിരിക്കുന്ന സാമ്പത്തികമായിരിക്കും. എന്നാൽ ഈ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ചന്ദ്രനും കുജനും കൂടി നിൽക്കുന്നത് കൊണ്ട് അത് ശശിമംഗള യോഗമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കുലവധുവിന് ഉണ്ടാകുന്ന നാണം പോലെ സമ്പത്ത് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ കാലഘട്ടം എന്ന് പറയാം. എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ 2ാം ഭാവത്തിലാണ് ആദിത്യൻ നിൽക്കുന്നത്. അത് 2ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യൻ എന്ന് പറയുന്നത് ഇവരുടെ സന്താനകാരകൻ കൂടിയാണ്. ആ സന്താനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള വരുമാനങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിലും അതിന് ചെറിയ ചെറിയ മാന്ദ്യം ഉണ്ടാകുവാനുള്ള സാധ്യതകളും വന്നു ചേരുന്നതാണ്. അതിനുവേണ്ടി ശിവഭഗവാനെ ഭജിക്കുകയും ശിവഭഗവാനെ പഞ്ചാക്ഷരി മന്ത്രം 1008 പ്രാവശ്യം ഒരു ദിവസമെങ്കിലും ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക മാന്ദ്യം ഇവരുടെ സന്താനങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. എന്നാൽ സന്താനങ്ങളെ കൊണ്ടായിരിക്കും ഇവർക്ക് സമ്പത്തുകൾ ധാരാളം ഉണ്ടാകുന്നത്. അവർ വളരെയധികം കീർത്തി കേൾക്കുന്നവരും പ്രശസ്തിയുള്ളവരും വളരെ കഴിവും പ്രാപ്തിയുമുള്ളവരായിരിക്കും ഇവരുടെ സന്താനങ്ങൾ. എന്നാൽ അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ്. ബുധൻ എന്ന് പറയുമ്പോൾ അത് മഹാവിഷ്ണുവാണ്. അവരുടെ സഹായകാരകനായിട്ടുള്ള മഹാവിഷ്ണുവാണ്. അത് ഇവരുടെ ശത്രുക്ഷേത്രകാരകൻ കൂടിയാണ്. ആ ശത്രുക്കളെല്ലാം തന്നെ നിഗ്രഹിക്കുവാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നതാണതുകൊണ്ട് ഇവർക്ക് ശത്രുക്കൾ അധികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമല്ല. എന്നാൽ ഇവരുടെ മറ്റുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് കുടുംബജീവിതം വളരെയധികം ഭദ്രമായിരിക്കും. കുടുംബജീവിതം വളരെ ഭദ്രമാണെങ്കിൽ പോലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇവരുടെ വീടിൻ്റെ ഒരു ബ്രഹ്മരക്ഷസ് പോലെയുള്ള ഒരു ആചാര്യൻ ഉണ്ടായിരുന്നായിരിക്കാം. എല്ലാവരുടെയും അല്ല, ചില ഭരണിക്കാരുടെ, മിക്കവാറുമുള്ള ഭരണിക്കാരുടെ. അങ്ങനെയുള്ള ആചാര്യൻ്റെ ഒരു ദോഷം ഇവർക്ക് ചിലപ്പോൾ ഇപ്പോൾ വരുവാൻ സാധ്യതയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവർ ഭദ്രകാളിക്ക്, വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളിക്ക്
തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം ഇവരുടെ പക്കപ്പിറന്നാള് തോറും നടത്തുന്നത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ വീടിന് അലങ്കോലം ഉണ്ടാകുകയും വീടിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ, എന്താ ചെയ്യേണ്ടത്, എന്താ പ്രവർത്തിക്കുന്നത് എന്നുപോലും ഇവർക്ക് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ചിലപ്പോൾ വരുന്നത്. എല്ലാവർക്കുമില്ല. എന്നാൽ ഇവരുടെ ഇവരുടെ ആ കാര്യങ്ങളെല്ലാം തന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഇവരുടെ സന്താനങ്ങൾ മുഖാന്തരമായിരിക്കും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെയധികം പുരോഗതി വരുന്നത്. ആ സന്താനങ്ങൾക്ക് എല്ലാം തന്നെ മറക്കുന്ന അഥവാ ഒരു മൂടൽ പോലെയുള്ള, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ വരുന്നതാണ്. അവിടെ കേതുവാണ് നിൽക്കുന്നത്. കേതുവിന് പക്കപ്പിറന്നാൾ തോറും ഇവരുടെ നാളും പേരും പറഞ്ഞ് പൂജ നടത്തേണ്ടതാണ്. മാത്രമല്ല, ഇവരുടെ ശത്രുകാരകൻ എന്ന് പറയുന്നത് ബുധനാണ്. ആ ശത്രുക്കൾ പോലും ഇവർക്ക് വളരെയധികം മുന്നോട്ട് വന്ന് ശത്രുത പുലർത്തുന്ന ഒരു കാലഘട്ടമല്ല. അതുപോലെ തന്നെ ഇവരുടെ കുടുംബം വളരെയധികം ഭദ്രമാണ്. വീടിന് ശ്രേയസ് ഉണ്ടാകും. വീടിന് വളരെയധികം പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പുതിയ വീട് വയ്ക്കുവാനോ പഴയ വീട് പുതുക്കി പണിയുവാനോ എന്നാൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് ബ്രഹ്മരക്ഷസിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളായിരിക്കും വരുന്നത്. അതുകൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ള വളരെയധികം ശത്രുക്കളെന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. എന്നാൽ ആ ശത്രുക്കൾ മുഖാന്തരമായിട്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. ആ ശത്രുക്കളെല്ലാം തന്നെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അതിനെല്ലാം തന്നെ നിരുത്സാഹപ്പെടുത്തുകയും ശത്രുക്കളെല്ലാം തന്നെ മാറുകയും ചെയ്യും. കാര്യ തടസ്സങ്ങളെല്ലാം തന്നെ മാറി ഇവർക്ക് അഭിവൃദ്ധിയും ധനവും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇവരുടെ വീടിന് അഭിവൃദ്ധി ഉണ്ടാകും. എന്നാൽ ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്ന വ്യാഴം ഇവരോടൊപ്പം ആ വീടിൽ നിൽക്കുകയാണ് ഭാഗ്യാധിപൻ. അതുകൊണ്ട് ആ വീട്ടിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവർക്കിപ്പോൾ സുരക്ഷിതവും അതുപോലെ തന്നെ വളരെയധികം ഉന്നതിയും ലഭിക്കുന്നതാണ്. ചന്ദ്രൻ്റെ 4-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ആ ചന്ദ്രൻ്റെ 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് കേസരി യോഗമാണുള്ളത്. അപ്പോൾ കേസരി യോഗം ഉള്ളവൻ എന്ന് പറയുന്നത് കോടീശ്വരനെ പോലെ അഥവാ രാജാവിനെ പോലെ വാഴും എന്നാണ് പറയുന്നത്. അതുകൊണ്ടിപ്പോൾ അവർക്ക് കേസരി യോഗം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ ഇവരുടെ കർമാധിപനായിട്ടുള്ള ശനി ഭഗവാൻ ഇവരുടെ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ അല്പം മികവ് കുറവായിരിക്കും. ആ പ്രവർത്തികളിൽ മികവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ശനി ഭഗവാന് ഇവരുടെ പക്കപ്പിറന്നാൾ തോറും വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടത്. മാത്രമല്ല, ഇവരുടെ 11-ാം ഭാവാധിപൻ എന്ന് പറയുന്നതും ശനിയാണ്. ആ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഈ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അവിടെ രാഹുവാണ്. അതുകൊണ്ട് ഇവർക്ക് വളരെയധികം സമ്പത്തുക്കൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ആ സമ്പത്തുക്കൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തന്നെ വളരെ കരുതലോടും വളരെ ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവരുടെ 12-ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അഥവാ മീനം രാശിയിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമ്മൾക്ക് ദോഷങ്ങളൊന്നും തന്നെ പറയുവാൻ സാധിക്കുകയില്ല. കാരണം അത് വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനീശ്വരന് അവർക്ക് ദോഷങ്ങൾ ചെയ്യുവാനുള്ള പവർ ഉണ്ടായിരിക്കുന്നതല്ല. സർവേശ്വരകാരകനായിട്ടുള്ള മഹാവിഷ്ണു അതിനെയെല്ലാം തന്നെ ശമിപ്പിക്കുകയും ഇവർക്ക് ദോഷകാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്ന ഒരു സമയമല്ല. എന്നാൽ ഇവർക്ക് നല്ല ബുദ്ധിയും കഴിവും പ്രാപ്തിയും എല്ലാം തന്നെ ഉള്ളവരാണെങ്കിൽ പോലും
അവർ ആ സമയങ്ങളിൽ അത് വിനിയോഗിക്കുവാനായിട്ടുള്ള ഒരു ഒരു ഓജസ് പ്രാപ്തി ഇവർക്കുണ്ടാകുന്നതല്ല. അത് ഇവരുടെ ഇവരുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്നതായ 11ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ്. ആ രാഹുവിന് ഇവർ ചെയ്യേണ്ടത് ഇവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി ഓരോ പക്കപ്പിറന്നാൾ തോറും അവിടെ രാഹു പൂജ നടത്തുകയും സർപ്പബലി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ മാറ്റങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യണമെന്നും എല്ലാവർക്കും വളരെയധികം നന്ദിയും സ്നേഹത്തോടു കൂടിയും എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.